ഇന്നൊരു 2 ഡേയ്സ് ബ്രൈഡൽ വ്ളോഗാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ് മേറ്റ് അഞ്ജന. ഞാനും അഞ്ജന ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ് കേട്ടോ. അഞ്ജനയുടെ എൻഗേജ്മെൻറ്റ് ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ ഡേറ്റ് എടുത്ത സമയത്ത് തന്നെ അഞ്ജന വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അഞ്ജനയുടെ പ്രിഫറൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനത്തെ ഒരു മേക്കപ്പ് വേണം, അഞ്ജന എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഞ്ജനയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഡോളിനെ പോലെ ഉണ്ടെന്നാണ് അഞ്ജന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടി കേട്ടോ. ഒരുപാട് പേര് അഞ്ജനയുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അഞ്ജനയുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മേക്കപ്പ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മറക്കണം. ഞാൻ കമന്റ്സിൽ ഡീറ്റെയിൽസ് ഒക്കെ പിൻ ചെയ്തേക്കാം. ഒരു 2 വീട് കഴിഞ്ഞിട്ടായിരുന്നു ഈ റിസപ്ഷൻ നടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോരും. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഈ പന്തലൊക്കെ കെട്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ആന്റി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കൊണ്ടുപോയത്. നമ്മളായിരുന്നു ഫസ്റ്റ്, കാരണം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് വന്നത്. അങ്ങനെ നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ ഉണ്ണി ഇവിടെ ഫ്രണ്ട്സിനോട് അവിടെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാനാണ്. പിന്നെ ഞാൻ കുളിച്ചിട്ട് ഞാനും ചോക്കോടെ ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരത്തെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 2:30 എണീറ്റ് റെഡി ആയിട്ട് നമ്മൾ 3 മണിയായപ്പോൾ ബ്രൈഡിന്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സഹോദരനാണ് എന്നെ കൊണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ നേരെ ബ്രൈഡിന്റെ വീട്ടിലോട്ട് എത്തി. അപ്പോൾ അഞ്ജന ഓൾറെഡി എല്ലാം കുളിച്ചിട്ട് നല്ല റെഡി ആയിട്ടിരുന്നു കേട്ടോ. എന്നെ പെട്ടെന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. രാവിലത്തെ മുഹൂർത്തം ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു 7:30 റെഡി ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാരി എല്ലാം ഡ്രേപ്പ് ചെയ്തു. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം കേട്ടോ പിന്നെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. എക്സാക്ട് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഫൈനൽ ലുക്ക് കാണാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അഞ്ജന പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ മണ്ഡപത്തിലോട്ടാണ് കേട്ടോ പോയത്. പിന്നെ 2 ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കോളേജിൽ പഠിച്ചത്. രാവിലെ തൊട്ട് വലുതായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നേരെ സദ്യ കഴിക്കാനാണ് പോയത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ അഞ്ജന ഫോട്ടോ എടുത്തോണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് സാരിയും തേർഡ് സാരിയും ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും റിലേറ്റീവ്സിനോട് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ കുറച്ച് സമയം എടുത്തു. അപ്പോൾ നമ്മളെല്ലാം കൂടെ സൈഡിലോട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ബ്രൈഡും വന്നിട്ടുണ്ടായിരുന്നു. നോർമലി കൂടുതൽ ബ്രൈഡ്സും പ്ലെയിൻ ആയിട്ടുള്ള നേരിയ സാരിയാണ് കേട്ടോ എടുക്കാറുള്ളത്. പക്ഷേ അഞ്ജനയുടെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. നല്ല ചെക്ക് വരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തേർഡ് സാരി മാറ്റാനായിട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു തേർഡ് സാരിയാണ് കേട്ടോ. അഞ്ജനയുടെ സ്കിന്ന് നല്ലോണം കോംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെ സാരി എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ ചെറുക്കൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കാരണം ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് നമ്മളാണ് റിസപ്ഷന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ ഗ്രൂമിന്റെ വീട്ടിലോട്ട് എത്തി. ഒട്ടും സമയങ്ങളാതെ തന്നെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത മേക്കപ്പ് ആണ് കേട്ടോ ഇത്. നമ്മൾ മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ മേക്കപ്പ്, സാരി ഡ്രേപ്പിംഗ്, ഹെയർ സ്റ്റൈൽ എല്ലാം ഒരു 1 hour തന്നെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്ത ലുക്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാന്ദ്രയും ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോയി.